ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് വിവിധ മേഖലകളിലേക്കുള്ള ആനുകൂല്യ വിതരണങ്ങൾ പ്രഖ്യാപിച്ചു. സാമൂഹ്യ സുരക്ഷ, ക്ഷേമനിധി, പെൻഷനുകൾ ഉൾപ്പെടെ കാത്തിരിക്കുന്ന ഗുണഭോക്താക്കൾക്കാണ് സന്തോഷവാർത്ത എത്തിയിരിക്കുന്നത്. സംസ്ഥാനത്ത് നിലവിൽ ജൂലൈ മാസത്തിലെ സാമൂഹ്യ സുരക്ഷ പെൻഷൻ വിതരണ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. 26.67 ലക്ഷത്തോളം വരുന്ന 5 സാമൂഹ്യ സുരക്ഷ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് പുറമെ ക്ഷേമനിധി ബോർഡുകൾ വഴി സർക്കാർ സഹായത്തോടുകൂടി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്കും ആനുകൂല്യം എത്തിച്ചേരും. ഇവർക്കുള്ള വിതരണം ആദ്യഘട്ടത്തിൽ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ഡയറക്ട് ബെനിഫിറ്റ് ട്രാൻസ്ഫർ സംവിധാനം വഴി ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ കൈകളിൽ തുക സ്വീകരിക്കുന്ന 24 ലക്ഷത്തോളം വരുന്ന ഗുണഭോക്താക്കളുടെ കൈകളിലേക്കും തുക എത്തിച്ചേരും. വാർദ്ധക്യകാല പെൻഷനുകൾ, വിധവാ പെൻഷനുകൾ, അവിവാഹിത പെൻഷനുകൾ, ഭിന്നശേഷി പെൻഷനുകൾ, കർഷക തൊഴിലാളി പെൻഷനുകൾ കൈപ്പറ്റുന്ന ഗുണഭോക്താക്കൾക്ക് 2000 രൂപ വീതം എത്തിച്ചേരുമ്പോൾ ക്ഷേമനിധി ബോർഡുകൾ വഴി പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് 1600 രൂപ വീതം മാത്രമാണ് എത്തിച്ചേരുന്നത്. ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾക്കും 2000 രൂപ വീതം വർധനവ് പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിൽ പോലും ക്ഷേമനിധി ബോർഡ് ഗുണഭോക്താക്കൾക്ക് നാളിതുവരെ 1600 രൂപ വീതം മാത്രമാണ് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്യുമ്പോൾ പരമാവധി 2 ഗഡുവടക്കം ഗുണഭോക്താക്കളുടെ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേരുമെന്നുള്ള സൂചനകളാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തുവന്നത്. ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിലെ പെൻഷൻ തുകയ്ക്ക് പുറമെ സെപ്റ്റംബർ മാസത്തിലെ പെൻഷൻ തുക അഡ്വാൻസായി എത്തിച്ചേരുമെന്നുള്ള സന്തോഷ വാർത്ത കൂടി എത്തിയിരിക്കുകയാണ്. ജൂലൈ മാസത്തിലെ പെൻഷൻ വിതരണ നടപടികൾ 21 ആരംഭിക്കുകയും 25 മുതൽ 28 വരെയുള്ള തീയതികളിൽ അക്കൗണ്ടുകളിലേക്കുള്ള വിതരണം സജീവമാവുകയും ചെയ്യും. ഇതോടൊപ്പം തന്നെ 27, 28 തീയതികളിലായി കൈകളിലേക്കുള്ള വിതരണവും സജീവമാകും. ഓഗസ്റ്റ് മാസം 5 മുന്നോടിയായി ജൂലൈ മാസത്തിലെ പെൻഷൻ തുകയുടെ വിതരണം അവസാന ഘട്ടത്തിലെത്തുന്ന സാഹചര്യത്തിൽ ഓഗസ്റ്റ് മാസത്തിൽ 2 മാസത്തിലെ പെൻഷൻ തുക കൂടി എത്തിച്ചേരുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഓണത്തോടനുബന്ധിച്ച് ഗുണഭോക്താക്കൾക്ക് പരമാവധി 4000 രൂപ വീതമാണ് എത്തിച്ചേരുക. ഇതോടൊപ്പം തന്നെ സംസ്ഥാനത്തെ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഓണസമ്മാനമായി ഡിഫറൻഷ്യൽ അലവൻസ് DA വർദ്ധിപ്പിക്കാൻ സർക്കാർ നീക്കം തുടങ്ങിയിട്ടുണ്ട്. ഓണക്കാലത്തെ അധിക ചെലവുകൾ മുന്നിൽ കണ്ട് ജീവനക്കാർക്ക് സാമ്പത്തികാശ്വാസം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2% DA വർധനയാണ് സർക്കാർ പരിഗണിക്കുന്നത്. ഇത് സംബന്ധിച്ച ഔദ്യോഗിക ഉത്തരവ് ഉടൻ പുറത്തിറങ്ങുമെന്നാണ് സൂചന. ഓഗസ്റ്റ് മാസത്തിലെ ശമ്പളത്തോടൊപ്പം പുതിയ DA ജീവനക്കാരുടെ കൈകളിൽ എത്തിക്കാനാണ് സർക്കാർ നീക്കം. ഇത്തവണ ഓഗസ്റ്റ് അവസാന വാരത്തിലാണ് ഓണം വരുന്നത്. പുതിയ തീരുമാനത്തിലൂടെ സംസ്ഥാന ഖജനാവിന് ഏകദേശം 60 കോടി രൂപയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. ശമ്പളം, പെൻഷൻ, ക്ഷേമ പെൻഷൻ എന്നിവ വിതരണം ചെയ്യുന്നതിലേക്കായി ഈ മാസം 21 സംസ്ഥാന സർക്കാർ മുംബൈ ഫോർട്ട് ഓഫീസിൽ ഇ-കുബേർ പോർട്ടൽ വഴി കടമെടുപ്പ് ലേലം നടത്തും. 21 തുക എത്തിച്ചേരുന്ന സാഹചര്യത്തിൽ 23 മുതൽ 25 വരെയുള്ള തീയതിക്കുള്ളിൽ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളുടെ ആദ്യഘട്ട വിതരണം ആരംഭിക്കും. ഇതോടൊപ്പം തന്നെ 2026 ജനുവരി മുതൽ ജീവനക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന 2% DA/DR കുടിശ്ശികയാണ് ഓഗസ്റ്റിൽ നൽകുന്നത്. പിന്നാലെ ജൂലൈ മുതലുള്ള അടുത്ത DA ഗഡു കേന്ദ്ര സർക്കാർ ക്ഷാമബത്തയ്ക്കൊപ്പം പെൻഷൻകാർക്ക് ക്ഷാമാശ്വാസവും ലഭിക്കും. അതേസമയം ക്ഷാമബത്തയ്ക്ക് മുൻകാല പ്രാബല്യം നൽകണോ എന്ന കാര്യം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില പരിശോധിച്ച ശേഷം ധനവകുപ്പ് തീരുമാനമെടുക്കും. ജൂൺ മാസത്തിലെ സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ വിതരണം ചെയ്തപ്പോൾ 200 മുതൽ 500 രൂപ വരെയുള്ള കേന്ദ്ര വിഹിതത്തിൽ 7 ലക്ഷത്തോളം വരുന്ന NSAP വിഭാഗത്തിൽപ്പെട്ട പെൻഷൻ തുക സ്വീകരിക്കുന്ന ഗുണഭോക്താക്കൾക്ക് കുറവ് വന്നിട്ടുണ്ട്. ഇവർക്കുള്ള കേന്ദ്ര വിഹിതം ഇന്നു മുതൽ അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നു തുടങ്ങും. ഗുണഭോക്താക്കളുടെ ആധാരധിഷ്ഠിത ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് മാത്രമാണ് തുക എത്തിച്ചേരുക. ഓണത്തോടനുബന്ധിച്ച് റേഷൻ കാർഡ് ഉടമകൾ ഉറ്റുനോക്കുന്നത് ഓണക്കിറ്റ് വിതരണം സംബന്ധിച്ചും സപ്ലൈകോ വഴിയുള്ള ഇരട്ടി ആനുകൂല്യം സംബന്ധിച്ചുമുള്ള വിതരണമാണ്. ഓണക്കാലത്തെ വിലക്കയറ്റം തടയുന്നതിനായി സംസ്ഥാനത്തെ എല്ലാ സപ്ലൈകോകളിലും ഓണം ഫെയറുകൾ സംഘടിപ്പിക്കുന്നതിനുള്ള നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുകയാണ്. അരി, പഞ്ചസാര, വെളിച്ചെണ്ണ, മുളക്, പരിപ്പ്, മല്ലി തുടങ്ങി നിത്യോപയോഗ സാധനങ്ങൾ ഓണത്തോടനുബന്ധിച്ച് വൻ സബ്സിഡി നിരക്കിൽ സപ്ലൈകോ വഴി വിതരണം ചെയ്യാനാണ് സർക്കാർ തീരുമാനം. ഇതോടൊപ്പം തന്നെ പ്രത്യേക വിഭാഗത്തിൽപ്പെടുന്ന മുൻഗണനാ വിഭാഗം റേഷൻ കാർഡ് ഉടമകൾക്കുള്ള സൗജന്യ ഓണക്കിറ്റ് വിതരണവും കൂടിയാണ് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നും ആരംഭിക്കുന്നത്. ഓണക്കിറ്റ് വിതരണം സംബന്ധിച്ചുള്ള തീയതി അറിയിപ്പുകൾ ഉടൻ പ്രഖ്യാപിക്കും. വരും മണിക്കൂറുകളിലെ സർക്കാർ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക.